എല്ലാവർക്കും നമസ്കാരം. ഉം, ഹമാര ചാർസ് യൂട്യൂബ് ചാനൽ ജയ് ആസിയ. ഇന്ന് ഈ വേളയില് ഒരുപാട് പേര് ആഹ്, അല്ലെ, നമ്മളെല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, അല്ലെ, ആഗസ്റ്റ് 15. ഇന്ന് എല്ലാവരും ഈ ഒരു അവസരത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് ആദ്യമേ തന്നെ ഞാൻ ജെമിനി മാഡത്തിന് നന്ദി പറയുകയാണ്. അപ്പോ നന്ദി പറയുന്നതോടൊപ്പം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അമ്പിളി, കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 3 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു. 3 മക്കളും അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയൊരു ഫാമിലിയിൽ നിന്നാണ് എന്റെ വരവ്. സോണിയ മാഡം പറഞ്ഞതുപോലെ തന്നെ ചെറിയ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ. അതുപോലെ തന്നെ ഈ നിറഞ്ഞ സായി സന്ധ്യയിലെ സന്തോഷവേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരിക്കൽ കൂടിയുള്ള നമസ്കാരം. പിന്നെ നമ്മുടെ TCG നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നമുക്ക് നേടിത്തന്നിരിക്കുന്നത്, അല്ലെ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി നേടിത്തന്നെങ്കിൽ നമുക്കിന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യവും എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നേടിത്തരാനായിട്ട് TCG എന്ന മഹത്വത്വം നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം കേരള ഫോറം ലേഡീസിനായിട്ട് ഒരുക്കി തന്ന് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സഫയർ മൂർത്തി സാറിനെയും അഖില മേഡത്തിനെയും സ്വാഗതം പറയാന് സോണിയ മേഡത്തിന് പറ്റിയില്ലെങ്കിലും ഞാൻ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ നമ്മുടെ എന്താ പറയുന്ന ഗോപകുമാർ സാറും മഹാഗുരു എന്നും ഒക്കെ അറിയപ്പെട്ട് നമ്മളെ ഓരോരുത്തരെയും ഗുരുക്കന്മാര് വഴി തെളിച്ച് കാണിച്ചു പോവുകയാണ്, അല്ലെ? അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട റൂബി ഗോപകുമാർ സാറിനെയും ഫാമിലിയെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമ്മുടെ മറ്റുള്ള എല്ലാ റൂബിമാരെയും, സ്റ്റാർ റൂബി നമ്മുടെ സുജി സാറുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ മറ്റു റൂബിമാരെയും മനസ്സാവ് ഓർക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു പ്രസ്ഥാനം എന്നിലേക്ക് ഏൽപ്പിച്ചു തന്ന ആദ്യത്തെ വ്യക്തിത്വം മറക്കാൻ പറ്റില്ല. എന്റെ എല്ലാമായ ലീഡർ ഷൈനി മേഡമാണ്, സ്റ്റാറാണ്. ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദ്യം എന്റെ കൈകളിലേക്ക് വെച്ചു തരുന്നു. അപ്പോ തുടക്കം സാധാരണക്കാരിയിൽ നിന്നാണ്, ഇപ്പോഴും സാധാരണക്കാർ തന്നെയാണെങ്കിലും അന്ന് ശരിക്കും സോണിയ മാഡം പറഞ്ഞതുപോലെ ആർസിമിനെ ഉൾക്കൊള്ളാനോ ആർസിമിനെ സ്നേഹിക്കാനോ ഒന്നും തോന്നിയിരുന്നില്ല. നിറയെ കയ്യില് ബേസിക്കലി എന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്യൂട്ടീഷ്യനും ടൈലറും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ വേളയിൽ നിറയെ കയ്യിൽ കാശൊക്കെ ഉള്ളപ്പോൾ ശരിക്കും നമുക്ക് ആർസിമിനെ സ്വീകരിക്കാനൊന്നും മനസ്സിലായിരുന്നു. ഒരു വർഷത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് ആർസിമിനെ നെഞ്ചിലേറ്റാൻ തയ്യാറായത്. അതിന് ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഓരോ വ്യക്തികളും ആർസിമിലേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ എനിക്കും ഉണ്ടായി ഒരുപാട് കഥകൾ. 14 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിനും സന്ധിവാതവും അതുപോലെ തന്നെ HB ലോ ആയിരുന്ന അവസ്ഥയും ഒക്കെ മാറിയത് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ വന്നപ്പോഴാണ്. അതിന് ഏറെ നന്ദി ഞാൻ ഷൈനി മാഡത്തിന് ഞാൻ അറിയിക്കുകയാണ്. എന്നെ ന്യൂട്രിചാർജ് വുമണാണ് എന്റെ കൈകളിലേക്ക് ആദ്യമായിട്ട് അദ്ദേഹം വെച്ചു തന്നത്. അതിനു മുന്നേ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് നമ്മളെല്ലാവരും ആർസിമിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വ്യക്തികളെയും പുതിയ മീറ്റിങ്ങുകളിലേക്ക് കൊണ്ടുപോകും, അല്ലെ? അപ്പൊ പുതിയ വ്യക്തികളെ കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും മടിയാണ് വരാന്. പക്ഷേങ്കില് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, ഞാൻ പോയി പങ്കെടുത്ത ആദ്യത്തെ മീറ്റിംഗ് നമ്മുടെ സഫയർ മൂർത്തി സാറിന്റെയാണ്. അപ്പോ ആ ഒരു മീറ്റിംഗ് കൂടാനായിട്ട് സാധിച്ചപ്പോ മുളക് പൊടിയാണ് എന്നോട് ചോദിച്ചത്, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു മുത്തി സാറിനെ. കാരണം അവിടെ എന്തോ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു വലിയൊരു ദൈവികത പോലെ എനിക്ക് അന്ന് തോന്നിയിരുന്നു. അപ്പൊ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആസിമിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ ഒരു രോഗിയായി മാറിയ സാഹചര്യം ഉണ്ടായി. അത് നിങ്ങളോട് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. മറ്റൊന്നുമല്ല, കൊളസ്ട്രോൾ ഹൈ ആയി ആൻജിയോഗ്രാമിലെത്തി, സന്ധിവാതം മൂലം നടക്കാൻ മേലാതെ ഒരവസ്ഥ, ജോയിന്റുകൾക്കെല്ലാം നീർക്കെട്ട വേദനകള്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് മൈഗ്രെയിനും വല്ലാതെ കലശലായി. മൈഗ്രെയിന് സ്റ്റിറോയിഡ് എടുക്കുകയും അതിന് മെഡിസിൻ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ അമിതമായിട്ടുള്ള ഭാരം വർദ്ധിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ പോഷണത്തിന്റെ കുറവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നു. എന്താണ് പറ്റുന്നതെന്നോ, അസുഖമാണ്, രോഗിയാണ് എന്നുള്ളൊരു ചിന്തകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നിനും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്നൊക്കെ ചിന്തകളായിരുന്നു. ആകെ ഡിപ്രഷൻ അടിച്ച് മരുന്ന് ഒരു 12ഓളം മെഡിസിനുകൾ കഴിച്ച് ഏകദേശം ഒരു 4000 രൂപയുടെ മെഡിസിൻ മാസ്ലീവ മെഡിസിറ്റിയിൽ നിന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞാൻ ഈ ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോ അവിടുന്ന് ശരിക്കും അതിലേക്ക് എന്നെ കൊണ്ടുവന്ന വ്യക്തിത്വം, അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഏറെ ഗുരുതുല്യനായിട്ട് കാണുന്ന വ്യക്തിത്വമാണ് എമറാൾഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോട്ടയത്തിന്റെ
കണക്ക് മാഷ് എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന സുഭാഷ് സാറ്, എമറാൾഡ് സുഭാഷ് സാർ ആൻഡ് ഫാമിലി. അദ്ദേഹം ശരിക്കും പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ അദ്ദേഹം കുറിച്ചു തന്ന ഉൽപ്പന്നങ്ങൾ മേടിച്ചു ഉപയോഗിക്കാൻ മടി കൂടാതെ അന്ന് ഞാൻ ധൈര്യം കാണിച്ചു. മറ്റൊന്നുമല്ല, ഏതായാലും 5000-ഓളം രൂപ ഒരു മാസം മുടക്കുന്നുണ്ട്. അപ്പോ ആ മുടക്കുന്ന മുതല് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഇങ്ങനെ ഉപയോഗിച്ചു. എന്തായാലും 2 മാസക്കാലം കൊണ്ടുണ്ടായ മാറ്റം ഒരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുപോയി. ഏതായാലും കഴിച്ച ഉൽപ്പന്നങ്ങളെ പഠിക്കാനായിട്ട് തീരുമാനിച്ചപ്പോഴാണ് എൻ്റെ ഒരു മാറ്റം ശരിക്കും തുടങ്ങിയത്. അവിടെ നിന്നും അദ്ദേഹത്തിനോടൊപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒട്ടകത്തലമേട് എന്നൊരു വലിയ ഒരു സങ്കേതമുണ്ട് കുമളിക്കടുത്ത്. കോട്ടയത്തെ ഒട്ടകത്തലമേട്, കുമളിയിലെ ഒട്ടകത്തലമേട് വളരെ പ്രസിദ്ധമായിട്ട് അന്ന് മുതലേ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒട്ടകത്തലമേടിലെ 3 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ഇന്നിപ്പോ എല്ലാവരോടും നമ്മൾ മീറ്റിങ്ങിലൊക്കെ പോകാൻ പറയുമ്പോൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊക്കെ മടിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമാണ് ഇന്നും അന്നും മീറ്റിങ്ങുകൾ കൂടെ. അന്ന് മടിയോടെയാണ് ഞാൻ സുഭാഷ് സാറ് വിളിച്ചപ്പോൾ പോയതെങ്കിലും പക്ഷെ അന്നത്തെ ഒരു മീറ്റിങ്ങില് എപ്പോഴും മൂർത്തി സാറ് പറയാറുണ്ട്, വലിയ മീറ്റിങ്ങുകൾ നമുക്ക് വലിയ അവസരങ്ങളും വലിയ കാഴ്ചകളും നമുക്ക് സമ്മാനിക്കും. അത് ശരിയായിരുന്നു. ഏകദേശം 65 പേരടങ്ങുന്ന ഒരു വലിയ ടീമിനോടൊപ്പം മൂർത്തി സാറും സഫർ മൂർത്തി സാറും ബിനീഷ് സാറും എല്ലാവരും, നമ്മുടെ സ്വപ്നങ്ങളുടെ രാജകുമാരൻ ബിനീഷ് സാറും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാമിലാണ് ആ 3 ദിവസം പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പൊ അവിടെ കിട്ടിയ തിരിച്ചറിവുകൾ, ഓരോ അറിവുകളും അവരൊക്കെയും കടന്നു വന്ന ഓരോ വഴികളും ഒക്കെ മനസ്സിലാക്കിയപ്പോ എനിക്കെന്തോ നമുക്കിതിനെ ഒന്ന് എന്തായാലും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ആരോഗ്യം പോവുകയും നമ്മുടെ ഉള്ളിലൊരു തീ ഉണ്ടായെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ തീക്കൊരു ഒരു തരിയായിട്ട് നമുക്കൊരു ആണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ആളി പടർത്താനായിട്ട് ആവേശങ്ങളായ ഒരുപാട് അറിവുകൾ തന്നപ്പോൾ നമുക്ക് അതിനെ ഒന്ന് പുറത്തെടുക്കാനുള്ള ഒരു ഊർജ്ജമാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോ ആ ഊർജത്തിന്റെ പുറത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണി സാറും റോണി സാറും ഒക്കെ അടങ്ങുന്ന വലിയൊരു ടീം മോട്ടിവേറ്റേഴ്സ് ആയിട്ട് ഒരുപാട് പേര്, അഖിലാമ്മേടും ഒക്കെ അടങ്ങുന്ന ഒരു ടീമിനോടൊപ്പം 3 ദിവസത്തെ അവിടുത്തെ താമസം, അതിനുശേഷം പിന്നെ കിട്ടുന്ന ഓരോ ക്ലാസ്സുകളിലേക്കായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. അങ്ങനെയാണ് എന്റെ തുടക്കം. എന്തായാലും 3 മാസത്തിന് ശേഷം ഏകദേശം ന്യൂട്രിചാർജിന്റെ വീരാങ്കണ ക്ലബിലേക്ക് കടന്നു വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. അതും യാദൃശ്ചികമായി തന്നെ ഒരു കോമ്പറ്റീഷനിലൂടെയാണ്. ഇപ്പോഴും മത്സരങ്ങളൊക്കെ എനിക്കെന്നും ഒരു രസം തന്നെയാണ്. തോക്കുക വിജയിക്കുക എന്നുള്ളതൊന്നും ഒരു ബാധകമല്ല. അന്നും അതെ ഇന്നും അതെ. തോറ്റുപോയാൽ തോറ്റുപോയി, സന്തോഷത്തോടു കൂടി തോറ്റെന്ന് പറയും. പക്ഷെങ്കിൽ ഞാൻ അന്നും പങ്കെടുത്തു. ആ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ന്യൂട്രിചാർജ് വുമൺ എല്ലാവർക്കും അറിയാം, ഇന്നിപ്പോ സെക്കൻഡ് ആയിട്ടുള്ള അതിന്റെ ഒരു വലിയൊരു ചാൻസിലാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മത്സരം മേരി ബേട്ടി മേര അഭിമാൻ എന്നൊരു മത്സരമായിരുന്നു. ആ കോമ്പറ്റീഷനിൽ ശരിക്കും നോർത്ത് ഇന്ത്യൻസിനോടൊപ്പം മേഡം പറഞ്ഞു തന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസറുകളൊക്കെ പറയാൻ സാധിച്ചു. 2 തവണ തോറ്റുപോയി. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലൊരു കാര്യം നടന്ന് നമ്മളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ കുട്ടികളെ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു പരീക്ഷയിലോ പങ്കെടുക്കുന്ന പരിപാടികളിലോ പങ്കെടുത്തിട്ട് തോറ്റുപോയാൽ ഓടി വന്ന് നമ്മുടെ അച്ഛനോടും അമ്മയോടുമാണ് പറയുന്നത്. 3 വർഷത്തിന് മുന്നെയാണ് മുത്തുസാറിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഒരു ചെറിയൊരു മുഖം ഓർമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഓടി വന്ന് പറഞ്ഞത് മുത്തുസാറിനോട്, സാറേ ഞാൻ തോറ്റുപോയി. അപ്പോ തോറ്റുപോയെന്ന് പറയാനായിട്ടൊരു മനസ്സ് തോന്നി. സാറ് പറഞ്ഞു സാരയില്ല, ഇനി വീരാംഗനയായി തിരിച്ചു വരാം. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിച്ചു വെക്കാറുണ്ട്. കാരണം ആ ഒരു വാക്ക് ശരിക്കും അന്വർത്ഥം തന്നെയായി. 2 മാസത്തിന് ശേഷം ആ ഒരു കോമ്പറ്റീഷനിൽ കടക്കുകയും ആ കോമ്പറ്റീഷന്റെ ഫലമായിട്ട് ഞങ്ങളെ 3 മാസത്തെ ഒരു ട്രെയിനിങ്ങില് ഇന്ത്യയിൽ തന്നെ 21 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് 4 പേരെ തെരഞ്ഞെടുത്ത് കമ്പനി ബോംബെയിലേക്ക്, ന്യൂട്രിചാർജ് കമ്പനി ബോംബെയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. എല്ലാവരും അതൊക്കെ കണ്ടതാണ്. അപ്പം ഈ നിമിഷത്തില് മൂർത്തിസാറിനെയും ഫാമിലിയെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെയാണ് എന്റെ ന്യൂട്രിചാർജും ആർസിഎമ്മിലേക്കുള്ള കടന്നുവരവ്. അപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ടും അറിവുകൾ പകർന്നു തന്നു ഞങ്ങളെ വിവരം പുതിയതായ ഗ്രൂപ്പുകൾ തന്നെ തിരിച്ചുകൊണ്ടാണ് ഞങ്ങളെ ഒത്തരത്തലമേടിലെ ക്ലാസ്സുകൾ നടന്നത്. അപ്പൊ ആ ക്ലാസ് നടന്നപ്പോൾ ശരിക്കും നമ്മുടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവെന്നും നമ്മൾ എല്ലാ വിശേഷണങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മളെ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, എന്റെ മെന്റർ ബാബു സാർ, സ്റ്റാർ ബാബു സാറും എന്റെ ടീമിന്റെ ഭാഗമായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെയും ഫാമിലിയെയും ഞാൻ ഈ നിമിഷത്തില് നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് അവിടെ നിന്നുള്ള യാത്ര. ന്യൂട്രിചാർജിലൂടെ കടന്നുപോയി, ബോംബെയിൽ പോയി കമ്പനിയിൽ പങ്കെടുത്തു. പിന്നെ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, ഓരോ അച്ചീവ്മെന്റുകൾ, അങ്ങനെ നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല, യാത്ര ചെയ്യാത്ത സ്ഥലങ്ങളില്ല. വളരെയധികം സന്തോഷം. ഇതിനൊക്കെ കൈപിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ന്യൂട്രിചാർജിന്റെ ട്രെയിനർ
സുരേഷ് സാറും ഒപ്പം നമ്മളെ ചേർത്ത് പിടിക്കാൻ കരുത്തായി നമ്മുടെ കൂടെ നിൽക്കുന്ന മനീഷ മാഡം, മിലൻ സാറ്. ഓരോരുത്തർക്കും അറിയാം നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വന്നെങ്കിൽ നമ്മളൊരു സാന്ത്വനം പ്രതീക്ഷിക്കാറുണ്ട്, ഇല്ലേ? ആരോഗ്യം പോയി, പണം നഷ്ടപ്പെട്ട്, ഒരുപാട് ബാധ്യതകൾ നിറഞ്ഞിരുന്ന സമയത്ത് ന്യൂട്രിചാർജിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാം തുറന്നു പറയാൻ, എല്ലാം ഷെയർ ചെയ്യാൻ ഒരു വ്യക്തിയായി, അമ്മയായി കൂടെ കൂട്ടിയ വ്യക്തിയാണ് മനീഷ മാഡം. അപ്പോ ആ മനീഷ മാഡത്തിന്റെ സ്നേഹവും കരുതലും ഒരു കാരണമായി മാറിയാണ് ഇന്ന് എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സ്നേഹം പകർന്നു കൊടുക്കാൻ ആദ്യമായിട്ട് ഊർജം തന്നത് മനീഷ മാഡം തന്നെയാണ്. നന്ദിയോടെ ഈ നിമിഷത്തിൽ ഞാൻ മനീഷ മാഡത്തെയാണ് ഓർക്കുന്നു. അപ്പം മിലൻ സാറിനെയും പ്രിയപ്പെട്ട ഗുരുനാഥൻ നമ്മുടെ സുരേഷ് സാറിനെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ മുന്നോട്ടുള്ള പ്രയാണത്തിലും നമുക്ക് കാഴ്ചകളായി മുന്നിൽ കൂടെ കൂടെ നിൽക്കാനും സെയിൽസിൽ വളരെയധികം ഉയരാൻ സാധിക്കാനും ഒക്കെ സാധിച്ചത് നമ്മുടെ അസോസിയേറ്റ്, നമ്മുടെ കൂടെ കൈപിടിച്ച് വന്ന, എന്നോടൊപ്പം നിന്നിരുന്ന മാണിസാറും കൊച്ചുമേടവും അവര് ഫാമിലി ആയിരുന്നു. ഓരോ പുറത്ത് നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ന്യൂട്രിചാർജിനെ ഫോക്കസ് ചെയ്ത് സെയിലും പഠനവും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ കൈപിടിച്ച് കൊണ്ടുപോകാൻ നമ്മളോടൊപ്പം ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തും. എനിക്ക് അതിന് വളരെയധികം കടപ്പാടും ബഹുമാനവും ഞാൻ ഫാമിലിയോട് മാണിസാറിനോടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ വരവുകള്. അപ്പോൾ നമുക്ക് ശരിക്കും ഞാൻ ഇന്ന് രാവിലെ നമ്മൾക്ക് രാവിലെ എന്നും എഴുന്നേൽക്കുമ്പോൾ ഒരു ശീലമുണ്ട്, ഒരു മെഡിറ്റേഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിലേക്ക് കടന്നപ്പോൾ ഇന്നലെ ബാബു സാർ ജെമിനോട് എനിക്ക് വളരെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അപ്പൊ ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ, എന്തൊരു കൺഫ്യൂഷൻ ആണ്. ശരിക്കും അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കോട്ട് മെഡിറ്റേഷന്റെ ക്ലാസ്സിൽ കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചുള്ളത് തന്നെയായിരുന്നു. അപ്പൊ അതില് രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ്, എന്റെ നാട് ഉണരുക, എന്റെ നാട് ഉണരുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കവിതയിലൂടെയാണ് ഇന്നത്തെ ക്ലാസ് അവിടെ ആരംഭിച്ചത്. അപ്പം അദ്ദേഹം കണ്ട ഒരു കാഴ്ച, നമ്മൾ ശരിക്കും ഗാന്ധിജിയെ നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്നു, ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷെങ്കിൽ അവിടെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ TCG ആണ് നമ്മൾക്ക് ഏറെ സഹായിച്ചത്. അപ്പോ അവിടെ നമുക്ക് നമ്മുടെ ഈ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഒരു കവിതയിലൂടെ തന്നിരിക്കുന്ന സന്ദേശം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് ശരിക്കും ആർസിഎം എന്ന പ്രസ്ഥാനത്തിലൂടെയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് കരുതിയത്. എങ്കിലും അതിനെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. എന്റെ നാട് ഉണരട്ടെ എന്നായിരുന്നു ആ കവിതയുടെ മലയാള പരിഭാഷ. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് 1910 എന്ന് കരുതണം. അപ്പൊ അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയൊക്കെയാണ് എന്റെ നാട് ഉണരാൻ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് സൂചിപ്പിച്ചത് മനസ്സ് ഭയമില്ലാതെ തല ഉയർത്തി നിൽക്കുന്നിടത്ത് നമ്മുടെ നാടുണരും. മനസ്സ് ഭയമില്ലാതെ തല ഉയർത്തി നിൽക്കുന്നിടത്ത് നമ്മുടെ നാടുണരും, എന്റെ നാടുണരും എന്നാണ് അദ്ദേഹം കണ്ടിരുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കുക, നമ്മൾ ഈ ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലേക്കാണ് ആദ്യമേ നമ്മൾ നല്ല ചിന്തകളായിട്ട് ആർസിഎം പ്രസ്ഥാനം നമുക്ക് തരുന്നത്. അപ്പോ നമ്മുടെ മനസ്സിലാണ് ആദ്യമേ നല്ലൊരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ മനസ്സിനെ ബലപ്പെടുത്തി, മനസ്സിനെ ശക്തി കൊടുത്ത്, മനസ്സിനെ എംപവർ ചെയ്ത് നമ്മൾ ഓരോരുത്തർക്കും മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ വഴിയൊരുക്കി തരുമ്പോൾ മനസ്സ് നമ്മുടെ ഭയമില്ലാതെ ഉയരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ രാജ്യം ഉണരുന്നു. അത് അദ്ദേഹം അന്ന് ആ കവിതയിൽ സൂചിപ്പിച്ചതാണ്. പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നു, അറിവ് സ്വതന്ത്രമായിരിക്കുന്നിടത്ത്, അറിവ് സ്വതന്ത്രമായിരിക്കുന്നിടത്ത് എന്റെ രാജ്യം ഉണരട്ടെ, എന്റെ രാജ്യം ഉണരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അറിവ് സ്വതന്ത്രമായി ഇവിടെ നമുക്ക് നോക്കിയാൽ ആദ്യം തരുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്, അല്ലെ? ഒരിക്കൽ പോലും വർത്തമാനം ശരിക്കും മയക്കി പിടിച്ച് പറയാനോ രണ്ടുപേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ കഴിയാത്ത ഒരു സാധാരണ വീട്ടമ്മയായി എനിക്ക് 10 പേരുള്ള 100 പേരുടെ മുന്നിൽ വേണമെങ്കിൽ നിന്ന് പറയാനുള്ളൊരു മനസ്സുറപ്പും ഒരറിവും പകർന്നു നിന്ന പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ആസ്തികമാണ്. അപ്പോൾ അറിവ് സ്വതന്ത്രമായി തീരട്ടെ. നമ്മൾ ഇന്നിപ്പോ ചിന്തിക്കുന്ന നമ്മുടെ ജീവിക്കുന്ന സമൂഹത്തില് ശരിക്കും ഒരുപാട് ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടാണ് ഓരോ കുട്ടികളെയും വളർത്താനായിട്ട് പഠിപ്പിക്കാനായിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, പറഞ്ഞു വിടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ച നമ്മുടെ പ്രസ്ഥാനം അറിവുകൾ നമുക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കാൻ കൂടി നമുക്ക് അവസരമൊരുക്കി തരികയാണ്. അപ്പോ എന്റെ നാട് ഉണരാൻ രണ്ടാമത്തെ കാര്യത്തിൽ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ അറിവ് സ്വതന്ത്രമായി തീരുന്നിടത്ത് എന്റെ രാജ്യം ഉണരും, നമ്മുടെ ഇന്ത്യ ഉണരാൻ നമുക്ക് ഇടയായ പ്രസ്ഥാനമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ ആശയം. അതുപോലെ തന്നെ ലോകം ശിഥിലമായിട്ടില്ലാത്തടത്ത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തി എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനായി TCG എന്ന മഹത് വ്യക്തിത്വം നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ആശയങ്ങൾ. അപ്പോൾ ലോകത്തെ ഒന്നിച്ചു കൊണ്ടുപോകാനായി നമ്മളെല്ലാവരും വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അസീമിന്റെ നന്മ ഉൾക്കൊള്ളുക, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ
നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. മനസ്സുറപ്പോടെ ചങ്കുറപ്പോടെ നിൽക്കാനായിട്ട് നമ്മുടെ എല്ലാ പട്ടാളക്കാരും, അതായത് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ഒന്ന് ഓർത്താൽ എത്ര ഭാഗ്യമാണ്. നമുക്ക് എത്ര പട്ടാളക്കാരാണ് നമ്മളോടൊപ്പം അണിചേർന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമ്മുടെ സഫിയർ മൂത്ത് സാറും ബി ഗോപകുമാർ സാറും ഗിരീഷ് സാറും ഡോക്ടർ രാജൻ സാറും ബിൻ സാറും ഒക്കെ അടങ്ങുന്ന പട്ടാളക്കാരുടെ നീണ്ട നിര തന്നെ ലോകം ശിഥിലമാകാതിരിക്കാൻ നമ്മളെ കാക്കാനായിട്ട് ഇട്ട പടയാളികളല്ലേ. അപ്പോ RCM എന്ന പ്രസ്ഥാനം രാജ്യത്തെ ഉണർത്തുകയാണോ? രാജ്യത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് അന്ന് രവീന്ദ്രനാഥ് ടാഗോർ കണ്ട സ്വപ്നം ആ കവിതയിലൂടെ സൂചിപ്പിച്ചത് ഇന്ന് നമ്മുടെ RCM എന്ന പ്രസ്ഥാനം ശരിക്കും സഫലീകരിക്കുകയാണ്. മൂന്നാമതായിട്ട് ഗാർഹിക മതിലുകളില്ലാത്തിടത്ത് വീടുകളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ശരിക്കും നമ്മൾ എന്താണ് ഹോം മീറ്റിങ്ങുകളും ഹോം വിസിറ്റുകളും ഒക്കെയായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരുടെ ബന്ധങ്ങളാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. മതിലുകൾക്കുള്ളിൽ അടച്ചുപൂട്ടി ഇരിക്കാനല്ല നമ്മളെല്ലാവരും മതിലുകൾക്ക് വെളിയിലേക്ക് ഇറങ്ങി ആൾക്കാരുടെ സങ്കടങ്ങൾ കാണാനും സന്തോഷങ്ങളിൽ പങ്കെടുക്കാനും അവരെ നല്ല നിലയിലേക്ക് ഉയർത്താനുമായിട്ടല്ലേ നമ്മൾ ഒരുങ്ങുന്നത്, നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ടാഗോർ കണ്ട സ്വപ്നങ്ങളിലെ നാലാമത്തെ വാക്യം അവിടെ പൂവടിയുകയാണ് അല്ലെ. ഗാർഹിക മതിലുകളില്ലാത്തിടത്ത് എന്റെ രാജ്യം ഉണരുകയാണ്. പിന്നെയോ സത്യത്തിന്റെ ആഴത്തിൽ നിന്നും വരുന്ന വാക്കുകൾ പുറപ്പെടുന്നത്, ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ സത്യസന്ധതയോടെ പറയുന്ന ഇടത്ത് എന്റെ രാജ്യം ഉണരും. സത്യമേവ ജയതേ. ഇവിടെ നമ്മളെ കള്ളം പറയാനോ കള്ളത്തരം കാണിക്കാനോ ഒരു കാരണവശാലും PCG നമ്മൾക്ക് അനുവദിക്കുന്നില്ല. PCG വരുന്ന ആശയങ്ങൾ എപ്പോഴും സത്യസന്ധമായി പ്രവർത്തിക്കാനും സത്യസന്ധമായി വർക്ക് ചെയ്യാനും അവരെന്നെ നന്മ ചെയ്യാനുമാണ് നമ്മൾ പഠിപ്പിച്ചു വരുന്നത്. അപ്പോ സത്യത്തിന്റെ ആഴത്തിൽ നിന്നും വരുന്ന വാക്കുകൾ പുറപ്പെടുവിക്കുന്നിടത്ത് നമ്മുടെ രാജ്യം വരും. അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ സ്വപ്നം, അഞ്ചാമത്തെ വലിയൊരാഗ്രഹമായി. പിന്നെയോ അശ്രാന്ത പരിശ്രമം അതിന്റെ കൈകൾ പൂർണ്ണതയിലേക്ക് നീട്ടുന്നിടത്ത് നമ്മളെല്ലാവരും അശ്രാന്ത പരിശ്രമം അതിന്റെ കൈകൾ പൂർണ്ണതയിലേക്ക് നീട്ടുന്നിടത്ത് എന്റെ രാജ്യം ഉണരട്ടെ. ശ്രാന്ത പരിശ്രമം, നമ്മൾ നിരുത്താതെയുള്ള പരിശ്രമം നമ്മളെ ഓരോരുത്തരെയും പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കും. ഒരിക്കൽ പോലും നമ്മളോട് RCM വിട്ടുപോകരുതെന്നാണ് ഈയിടെ കൂടി നമ്മുടെ സുരേന്ദ്രവാസ് സാർ പറഞ്ഞത്. നെവർ ഗിവ് അപ്പ് എന്നല്ലേ പറഞ്ഞു തന്നത്. അപ്പോഴോ അവിടെയും നമ്മുടെ രാജ്യം ഉണരാൻ റെഡിയാകുകയാണ്. അതുപോലെ തന്നെ വിശാലമായ ചിന്തയിലേക്കും പ്രവർത്തനത്തിലേക്കും മനസ്സിനെ ഉയർത്തുന്നിടത്ത് എന്റെ രാജ്യം ഉണരട്ടെ. ടാഗോർ കണ്ട സ്വപ്നത്തിലെ അദ്ദേഹം കണ്ട വരികളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് വിശാലമായ ചിന്തയിലേക്കും പ്രവർത്തനത്തിലേക്കും മനസ്സിനെ ഉയർത്തുന്നിടത്ത് എന്റെ രാജ്യം ഉണരട്ടെ. ഓർത്തു നോക്കുക, അന്യന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അറിവുകൾ പങ്കുവെച്ച് സന്തോഷങ്ങൾ പങ്കുവെച്ച് വരുമാനത്തിലേക്ക് ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തി ഓരോ സ്ത്രീകളെയും എംപവറിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ഉയരുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ രാജ്യം ഉണരുകയാണ്. പിന്നെ അവസാനമായിട്ട് 8ാമതായിട്ട് അദ്ദേഹം പറയുന്നു, പൊതുവായ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാകുന്നിടത്ത് എന്റെ രാജ്യം ഉണരും. പൊതുവായ വർക്ക് കൾച്ചർ നമ്മുടെ രാജ്യത്തില്ലേ? ഒന്ന് ഓർത്തു നോക്കിയാൽ മറ്റേത് പ്രസ്ഥാനത്തിലാണുള്ളത്? പൊതുവായൊരു വർക്ക് കൾച്ചർ, നന്മ ചെയ്യാനും മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനും ആരോഗ്യം കൊടുക്കാനും വരുമാനം കൊടുക്കാനും നല്ലൊരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനും നമ്മൾ പൊതുവായ ഒരു വർക്ക് കൾച്ചർ കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മുടെ രാജ്യം ഉണരുകയാണ്. അങ്ങനെ അദ്ദേഹം അവസാനമായി കുറിച്ചിരിക്കുകയാണ്, ഇങ്ങനെ വരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് എന്റെ പിതാവേ എന്റെ രാജ്യം അങ്ങനെ ഉണരട്ടെ എന്ന്. സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് എന്റെ പിതാവേ എന്റെ രാജ്യം ഉണരട്ടെ. അങ്ങനെ 1919 അദ്ദേഹം കണ്ട ആ രാജ്യ സ്വപ്നം, അദ്ദേഹം കണ്ട ഏറ്റവും വലിയ വിഷയം നമ്മുടെ PCGയിലൂടെ നമ്മൾ ഓരോരുത്തരുടെയും ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. മറ്റൊരു പ്രസ്ഥാനം പോലെയല്ല, വളരെ അഭിമാനത്തോടെ നമ്മുടെ രാജ്യത്തെ ഉയർത്താനായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് നമ്മുടെ PCGക്കൊപ്പം. ഈ ഒരു അറിവും തിരിച്ചറിവും തന്നെ ഇന്നത്തെ 9+ലും ഞാൻ വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തെ ഉണർത്താൻ എല്ലാവർക്കും പരിശ്രമിക്കാം. ഇനി നമ്മൾക്ക് അതൊരു ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമുക്കിതെല്ലാം ഉപരിയായിട്ട് RCM തരുന്നത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമാണ് അല്ലേ? അപ്പൊ എന്റെ ഇന്നത്തെ പോസ്റ്ററിൽ തന്നെ നമുക്ക് പ്രിയപ്പെട്ട ഗുരുനാഥൻ ബാബു സാർ സൂചിപ്പിച്ചിരിക്കുന്നു ബോഡി സ്കാനിങ് എക്സ്പെർട്ട്. നമ്മൾക്കിപ്പോ കടന്നു പോകുന്ന വഴികളിൽ ന്യൂട്രിചാറ്റിന്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് വീരാങ്കന ക്ലബ്ബ്. നമ്മൾ അവിടേക്ക് എല്ലാവരും പഠിക്കാനായിട്ട് കടന്നു വരികയാണ്.
പഠിക്കാനായിട്ട് വരുമ്പോൾ എനിക്കൊരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും, ഞാൻ കടന്നു വന്നപ്പോൾ ഒരു രോഗിയായിട്ട് വന്നുവെങ്കിൽ ഇന്ന് 4 വർഷമായിട്ട് ഒരു മെഡിസിൻ പോലും കഴിക്കാത്ത അവസ്ഥയിൽ RCM ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളും എനിക്ക് എന്റെ ആരോഗ്യത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും വിശ്വസിക്കാം, ഈ RCM നമുക്ക് ആരോഗ്യവും വരുമാനവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ തരും. അതിന് നമ്മൾ വിശ്വസിക്കണം. ആദ്യമേ നമ്മുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഒന്നാമത്തെ ബോഡി സ്കാനർ ഉണ്ട്. ആ സ്കാനറിൽ കയറി നിന്ന് വ്യക്തമായ രീതിയിൽ നമ്മൾക്ക് ആ സ്കാനിങ് മെഷീനിൽ കാണുന്ന കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അവ ബ്ലഡിൽ എന്താണ് നടക്കുന്നത് എന്ന് കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ തയ്യാറാകണം. ഇത് തമ്മിൽ സ്വയം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്താണോ വേണ്ടതെന്ന് ഒരു കസ്റ്റമറെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും എഴുതി വെച്ച് നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ആ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു കസ്റ്റമർ ആകുകയാണെങ്കിൽ നമ്മൾക്ക് വേണ്ട ഉൽപ്പന്നം എന്താണോ ആ ഉൽപ്പന്നം നമ്മൾ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ നമ്മളാകുന്ന കസ്റ്റമറിന് എന്ത് ഉൽപ്പന്നമാണോ നമ്മുടെ ബോഡിക്ക് വേണ്ടത് അവയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളൊന്ന് ഉപയോഗിച്ച് തുടങ്ങുക. ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ റിസൾട്ടിലേക്ക് വരും. ക്ഷമയോടെ കാത്തിരിക്കുക. ഈ ഒരു അവസരത്തിൽ അറിവും സമാധാനവും സന്തോഷവും തന്നുകൊണ്ട് എന്റെ ഗുരുനാഥന്മാരിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമായ KV ദയാൽ സാറിനെ കൂടി നന്ദിയോട് ഓർക്കുന്നു. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആന്തരിക പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയാണെന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. ആന്തരിക പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിന് താളം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആന്തരിക പ്രപഞ്ചത്തിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം രോഗാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ആ രോഗാവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ ആദ്യമേ നമ്മൾ തിരിച്ചറിയാൻ, നമ്മുടെ കയ്യിൽ ടൂളുണ്ട്, നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളെ ടൂൾ ഉപയോഗിച്ച് നോക്കി ബ്ലഡിനെ അതിലേക്ക് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഉൽപ്പന്നങ്ങളെ നിരന്തരം ഉപയോഗിച്ച് നമ്മൾ ആ താളത്തെ കറക്റ്റായ രീതിയിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 തരത്തിൽ നമ്മുടെ ശരീരത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. 4 തരത്തിൽ നമ്മൾ ശരീരത്തെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയിരിക്കണം. അതിനെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര തരത്തിലും നമുക്ക് മാലിന്യങ്ങൾ പുറന്തള്ളാൻ പറ്റും. എപ്പോഴും ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എല്ലാവരും ചോദിക്കാറുണ്ട്, ശോധന കറക്റ്റ് ആണോ? ശോധന കറക്റ്റ് ആക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ ഉദർസഭയുണ്ട്. നമ്മൾ തിരിച്ചറിയുക, 2 നേരം നമ്മൾക്ക് ശോധന നന്നായി പോകുന്നുവെങ്കിൽ നമ്മുടെ ആരോഗ്യം കറക്റ്റാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് ശ്രമിക്കണം. രാവിലെ ഒരു വട്ടം പോയത് മാത്രമല്ല, രണ്ടാമത് നമ്മൾ പോകാൻ ശ്രമിക്കണം. പോയില്ലെങ്കിൽ അത് നമുക്ക് ശോധന കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാൻ തയ്യാറാവണം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട് വാട്ടറിന്റെ ആവശ്യം. ശരിയായ രീതിയിൽ യൂറിനേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഏകദേശം 2.5 ലിറ്ററോളം യൂറിൻ പുറത്തു പോകാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ യൂറിനേഷൻ നടക്കില്ല. രണ്ടാമത്തെ നമ്മുടെ മാലിന്യ വിസർജനം കറക്റ്റായി നടക്കില്ല. അപ്പോൾ ഓരോ 20 കിലോ ശരീരഭാരത്തിന് നമ്മൾക്ക് 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി രണ്ടാമത്തെ മാലിന്യ നിർമ്മാർജ്ജനം നമ്മൾ നടത്തിയിരിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് ശ്വാസത്തിലൂടെ നിശ്വാസത്തിന് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മൾക്ക് കറക്റ്റായ രീതിയിൽ ശരീരത്തില് വെള്ളം ഇല്ല എങ്കിൽ, ശരിയായ രീതിയിൽ ദഹന പ്രവർത്തനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഗതി മേലോട്ടം എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് കടന്നു പോകും. ആ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തലച്ചോറിന് മലമുണ്ടാകാം, കണ്ണിന് മലമുണ്ടാകാം, മൂക്കിന് മലമുണ്ടാകാം, കാതിന് മലമുണ്ടാകാം. ഇവയെല്ലാം നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളായിട്ട് നമുക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ നിശ്വാസത്തിനുള്ള എക്സസൈസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. എന്റെ ഫിസിക്കലായിട്ടുള്ള ക്ലാസ്സുകളിൽ പലർക്കും അറിയാം, അങ്ങനെയുള്ള എക്സസൈസുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കുക. അത് മാക്സിമം കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളി നമ്മുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് ശ്വാസകോശത്തെ വളരെയധികം എക്സ്പാൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ മൂന്നാമത്തെ മാലിന്യ നിർമ്മാർജ്ജനം നടത്താം. പിന്നെ അവസാനമായിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർപ്പിലൂടെയുള്ള മാലിന്യം. ഓരോ സ്ക്വയർ ഇഞ്ചിലും 650 സുഷിരങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ 650 സുഷിരങ്ങളും വിയർത്ത് കഴിഞ്ഞാൽ വിയർക്കാത്ത ശരീരം ശരിക്കും ഒരു ബോംബുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ശരീരം വിയർക്കുന്നുണ്ടോ? ആ വിയർപ്പിലൂടെ പോകുന്ന മാലിന്യം എത്രമാത്രം നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട്? നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് ഓടുമ്പോൾ
ഈ വിയർപ്പിലൂടെയും മാലിന്യം പുറന്തള്ളാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അത് 4 തരത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടത്തി കഴിഞ്ഞതിന് ശേഷം ശരിയായ രീതിയിൽ നമ്മൾ പോഷണം കൊടുക്കുക. പോഷണം കൊടുക്കണമെങ്കിൽ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ പോഷകപ്രധാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അവ ഓരോന്നും നമ്മൾ ഉപയോഗിക്കുക, അവ വേണ്ട അളവിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് അസിഡിറ്റി. ഈ അസിഡിറ്റി നമ്മൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയെ ശരിക്ക് താളം തെറ്റിക്കും. അപ്പോൾ നമുക്ക് ആൽക്കലൈൻ വാട്ടറായ കുക്കുംബർ ജ്യൂസ് കൊടുക്കാം, അലവേര ജ്യൂസ് കൊടുക്കാം, ജിലോയ് തുളസി കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യകത അറിഞ്ഞ് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബോഡിയെ കറക്റ്റായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഓരോരുത്തർക്കും വേണ്ട കൃത്യമായ അളവിലുള്ള പോഷണങ്ങൾ ഏതാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ന്യൂട്രീഷൻ കൗൺസിലേഴ്സായി മാറി നമ്മുടെ ബോഡിയുടെ ഡോക്ടർ നമ്മളായി മാറിക്കൊണ്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടിലേക്ക് കടക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനവും പോഷണവുമായി. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ശരിക്ക് വേണ്ടത് എപ്പോഴും നന്ദിയുള്ള മനസ്സോടുകൂടി നമ്മൾ ജീവിക്കാനാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ അല്ലേ? പനസേയ എന്ന് പറയും. സർവ്വരോഗ സംഹാരിയായിട്ട് നമ്മൾ കരുതേണ്ടതാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്. അതൊരു ജേണൽ എഴുതുന്ന ശീലം നമ്മളിലേക്ക് ഒന്ന് കൊണ്ടുവരിക. 2020 മുതൽ തുടർച്ചയായിട്ട് 6-10 സമയത്ത് മൈൻഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ആ ശീലം വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മുടെ കൂടെയുള്ള എന്റെ ചങ്കായിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഓരോരുത്തരും അത് അനുസരിക്കാറുണ്ട്. നമ്മൾ അത് എഴുതുന്ന ശീലം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുക. ഇന്ന് ഈ നിമിഷത്തില് നന്ദിയോടെ നമ്മുടെ TCG ഓർക്കുകയാണ്. ഗുരുകുൽ നമുക്ക് ആശയം വിഭാവനം ചെയ്തു തന്നിരിക്കുന്നതാണ് ഗുരുകുൽ. 6:30 മുതൽ 7:30 വരെയുള്ള ആ ഒരു പ്രോഗ്രാം, തേജസ് എന്ന പ്രോഗ്രാം പഠിക്കാൻ സാധിച്ചപ്പോഴാണ് ആ നമ്മുടെ ഗുരുകുലിന്റെ പ്രാധാന്യം മനസ്സിലായത്. അവിടെയും പറയുന്നത് എന്താണ്, നമ്മുടെ ബോഡിക്കും മനസ്സിനും സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടുന്നതായ ആഹാരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണാലിറ്റിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. നമ്മുടെ ഏജ്, നമ്മുടെ മെറ്റബോളിക് ഏജ് തന്നെ മാറ്റപ്പെടും. നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ശാന്തമാകുമ്പോൾ നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണ്? അവിടെ പറയുന്നുണ്ട് നമ്മൾ ഡയമണ്ടിലേക്കാണ് പോകേണ്ടത്. ഡയമണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്ത് മനസ്സിനെ പവർഫുള്ളാക്കി നമ്മൾ അഫർമേഷനിലൂടെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലുമായി പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അഫർമേഷനുകൾ. നമ്മൾക്കിപ്പോൾ പല ക്ലാസ്സുകളിലായിട്ട് പല അറിവുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഈ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പ്രിയപ്പെട്ട നോബിസ്റ്റാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം സ്വപ്നത്തെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മുടെ 6 ബേസിക്കില് പറയാറുണ്ട് അല്ലെ, നമ്മുടെ ഡ്രീമും പ്രോസ്പെക്ടസും നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ മറ്റുള്ളവർ കണ്ടാൽ കേട്ടാൽ ചിരിക്കുന്ന സ്വപ്നങ്ങളായിരിക്കണം നമ്മൾ കാണേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ എഴുതാൻ നമ്മൾ തയ്യാറാകണം. അപ്പം ആ ഒരു സ്വപ്നത്തിന് എഴുതണമെങ്കിൽ നമുക്കൊരു അഫർമേഷൻ കൂടി എഴുതാം. ഐ ആം പവർഫുൾ, ഐ ആം സ്ട്രോങ്. അങ്ങനെ ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. രാവിലത്തെ 1 മണിക്കൂർ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നതെയും രാവിലെ തന്നെ എഴുന്നേക്കാൻ ശ്രമിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാമിലും അതേ ആശയം തന്നെ വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമുക്കിതിന് മുന്നേ ചെയ്യാൻ സാധിച്ചു. അത് TCG തന്നിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിലും അതിനെ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഇന്ന് തേജസ്സിലൂടെ എനിക്ക് ആ ഒരു തിരിച്ചറിവ് കിട്ടി. അപ്പോ അതിൽ കൂടി പങ്കെടുക്കാൻ ഇപ്പോൾ നല്ല മനസ്സോടുകൂടി പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ നിമിഷത്തിൽ നമ്മുടെ ഗുരുക്കന്മാരെയും നമ്മുടെ TCGയും നമ്മയോടെ ഓർക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും, നമ്മുടെ ഉയരങ്ങളിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ബാബു സാറും മേഡവും എപ്പോഴും പറഞ്ഞു തരാറുള്ള കാര്യമാണ് ലേൺ, ടീച്ച്, ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ പഠിക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. RCMന്റെ സിസ്റ്റം അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഓരോ തിരിച്ചറിവും ഓരോ അറിവും നമ്മൾ തിരിച്ചറിവായി മാറ്റണമെന്ന് എപ്പോഴും നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ ശരിക്കും നമ്മൾ എന്താണ്, നമ്മളൊരു LKG സ്റ്റുഡന്റ് ആയിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ട കനകമ്മയുടെ ഒക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള ക്ലാസ്സിലും പറയുന്നതായിട്ട് കേട്ടു. 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. ആ ഡിഗ്രി കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ആയിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ LKG ക്ലാസ്സിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വരുന്ന അധ്യാപകരായിരിക്കില്ല നമ്മൾ PGക്ക് പഠിക്കുമ്പോഴേക്ക് വരുന്നത്. അത് തിരിച്ചറിവുകൾ തന്നത് മൂപ്പി സാറാണ്. ഇപ്പൊ LKG പഠിച്ച സമയത്ത് ശരിക്കും കിട്ടിയ അധ്യാപകര് അവിടുന്ന് കടന്നു പോകുമ്പോൾ ഓരോരോ അധ്യാപകരെ നമുക്ക് വഴിയിലൂടെ കിട്ടും. അറിവിനായി തിരയുമ്പോൾ നമുക്ക് ഗുരുക്കന്മാർ നമ്മുടെ വഴിയിലേക്ക് കടന്നു വരും. അപ്പൊ ഓരോ അറിവുകളും തിരിച്ചറിവുകളാക്കി മാറ്റി നമ്മൾക്ക് ഓരോരുത്തർക്കും ടീച്ച് ചെയ്ത് ലേൺ ചെയ്ത്
ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ആർക്കെങ്കിലും വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നിറച്ച് നല്ല മനസ്സോടുകൂടി കൂടെയുള്ളവരെ സഹായിച്ച് പിന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് വേണ്ടതാണ് ടീം ബിൽഡിംഗ്. നമ്മൾ സ്വയം ശുദ്ധീകരിച്ചു, നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചു, നമ്മൾ ഒരാളെ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരും അതേ മനസ്സുള്ളവരാവും. നമ്മൾ കഴിക്കുന്നത് എന്താണോ അതായി തീരുകയാണ് നമ്മൾ ആരെയും കഴിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ആസ്യമിലുള്ള ഓരോരുത്തരും നമ്മൾ കഴിക്കുന്ന ഫുഡുകളെല്ലാം ഡിവൈനാണ്. ഡിവൈനായ ശരീരത്തില് നമ്മൾ ഡിവൈനായ മാറ്റങ്ങൾ കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്നം കറക്റ്റ് ആയാൽ സർവ്വതും കറക്റ്റ് ആയി. അന്നമയ കോശം മനോമയ കോശമായി മാറും, മനോമയ കോശം വിജ്ഞാനമയ കോശമായി മാറും, വിജ്ഞാനമയ കോശം ആനന്ദമയ കോശമായി മാറും എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ദയാസാർ എപ്പോഴും പറയാറുണ്ട്. ആ ആനന്ദത്തിലേക്ക് എത്താൻ ഓരോ ആർസിഎം പ്രവർത്തകർക്കും സാധിക്കും. നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷം, പോഷണങ്ങൾ കറക്റ്റായ രീതിയിൽ ചെയ്തതിനു ശേഷം, മനസ്സിനെ എംപവർ ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ നല്ല എണ്ണത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നല്ല വ്യക്തികളായി നമ്മുടെ ഗോപകുമാർ സാറിനെയും ബിനു സാറിനെയും മുത്തു സാറിനെയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ചെയ്തു വന്നിരുന്നത് എന്താണോ ആ പട്ടാള ജോലിയിൽ പട്ടാള ചിട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ സ്നേഹിച്ച രാജ്യസ്നേഹത്തിന്റെ ഒപ്പം തന്നെ കഴിച്ച ആഹാരങ്ങളും ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ അവരുടെ മനസ്സുകൾ എത്രമാത്രം പക്വതപ്പെട്ടോ പരുവപ്പെട്ടോ അവ ഓരോന്നും നമുക്ക് മാതൃകകളാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് പിന്തുടർന്ന് മുന്നോട്ട് പോകും. ഇനി നമ്മൾക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ടീം ബിൽഡിങ്ങിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർസിഎമ്മിലെ ഒരു വർഷക്കാലം ടീം ബിൽഡിങ്ങിനെ ഫോക്കസ് ചെയ്യാനോ അതിലേക്ക് പോകാനോ ഒന്നും സാധിച്ചില്ല. സെയിലായിരുന്നു ആദ്യകാലങ്ങളിൽ. അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 80% സെയിലും 20% ടീം ബിൽഡിങ്ങുമായിട്ട് നമ്മൾ തുടക്കകാലത്ത് നമ്മൾ മാറണമെന്ന് സിസി നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യകാലത്ത് അത് തന്നെ ചെയ്തു, ഒരു വർഷക്കാലം അത് തന്നെ ചെയ്തു. ശേഷം ഇപ്പോൾ ഓരോരുത്തരെയും അവരെ സെയിൽ ചെയ്യാനും ടീം ബിൽഡ് ചെയ്യാനും ഹെൽപ്ഫുള്ളവരാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് ഈ നിമിഷത്തിൽ വളരെ സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കാൻ എൻ്റെ എല്ലാ ലീഡേഴ്സിനെയും എൻ്റെ കൂടെയുള്ള ഓരോ അസോസിയേഷനെയും ഇന്ന് സ്റ്റാർ എന്ന പിന്നിൽ നിൽക്കാൻ ഞാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന ഓരോ അസോസിയേഷൻ കൊണ്ടുതരുന്ന ഓരോ രീതികളാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. കാരണം ഓരോരുത്തരും സെയിലിനായി പോകുമ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, എത്രമാത്രം റിസ്കിലൂടെയാണ് അവരുടെ യാത്രകളെന്ന് ഞാൻ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശ്വശാമ മേഡവും ജാനകി മേഡവും അതുപോലെ എൻ്റെ കൂടെയുള്ള എല്ലാ അസോസിയേഷനും അവരുടേതായ തലങ്ങളിൽ അവർ ഓരോരുത്തരും സെയിലിനായിട്ടും ടീമിനായിട്ടും അവർ പോകുന്ന യാത്രകളിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നടുവിലൂടെ കടന്നുപോയി ഈ ഉൽപ്പന്നത്തെ നമ്മുടെ ആർസിഎമ്മിനെ പ്രചരിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവർ തരുന്ന ഓരോ രീതികളുമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ച. നമ്മുടെ കൂടെയുള്ളവരെ കൈപിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. അതുപോലെ നമ്മുടെ ലീഡേഴ്സിന്റെ കരം പിടിക്കാനും നമ്മൾ തയ്യാറാവണം. നമുക്ക് തെറ്റുപറ്റാം, തിരുത്താൻ നമ്മൾ തയ്യാറാകണം. തെറ്റുപറ്റാത്തവരാരും വിജയിക്കാൻ മാത്രം നമ്മൾ ശീലിച്ചാൽ പറ്റില്ല. വിജയിക്കുന്നതോടൊപ്പം തന്നെ തോൽക്കാനുള്ള മനസ്സ് കൂടി നമുക്ക് ഉണ്ടാകണം. ഇവിടെ ജീവിക്കുവാൻ ഒരു കവി പാടിയ ഒരു കവിത ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന എന്നറിയിക്കുവാൻ ചെറിയൊരു കൂവൽ മതി. ഇവിടെ ഉണ്ടെന്നറിയിക്കുവാൻ ചെറിയൊരു കൂവൽ മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയിക്കുവാൻ ഒരു നനച്ച ചൂട് മതി. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ടെന്നറിയിക്കുവാൻ ചെറിയൊരു കൂവൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടെന്നറിയാൻ പറ്റും. പക്ഷെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മൾ പങ്കെടുക്കുന്നവർ, നമ്മൾ പരിചയപ്പെടുന്നവരുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ജീവിതത്തിൽ സമ്പാദ്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഈ ഒരു ആർസിഎം എന്ന പ്രസ്ഥാനം നമുക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലും തന്നെയാണ്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണം. പിന്നെ ഇതിനെ കടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇന്നും എന്നോടൊപ്പമുണ്ട്. പക്ഷെങ്കിൽ ഒരിക്കലും ഇളകാത്ത മനസ്സോടെ, തളരാത്ത മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. ഒപ്പം എൻ്റെ കൂടെയുള്ളവരും അവരെയും ആ ഒരു ധൈര്യത്തിലേക്കാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. ഈശ്വരന്റെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും തയ്യാറാവണം. എന്തിനു തയ്യാറാവണം? സറണ്ടർ ചെയ്യാൻ തയ്യാറാവണം. ഈശ്വരന് മുന്നിൽ നമ്മൾ സറണ്ടർ ചെയ്യാൻ തയ്യാറായാൽ നമുക്കൊരിക്കലും പതരാതെ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മളല്ല അവിടെ ചെയ്യുന്നത്, അവിടെ പ്രവർത്തിക്കാൻ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിനെതിരെ, പ്രകൃതിക്കെതിരെ നമ്മൾ ഒരിക്കലും ചെയ്യാതിരുന്നാൽ മതി. പ്രപഞ്ചത്തിനെതിരെ ദയാസാറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിനെതിരെ കുട പിടിച്ചാൽ കുടയെ ഒരിക്കലും പ്രപഞ്ചം
നിരനീക്കാൻ സമ്മതിക്കില്ല, അതിനെ നശിപ്പിക്കും, താറുമാറാക്കും. പക്ഷെങ്കിലോ പ്രപഞ്ചത്തിന് കൂടെ ചേർന്ന് നിന്നാലോ നമ്മളെ അത് തണലായി നിൽക്കും. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആശയം എന്ന പ്രസ്ഥാനം തരുന്ന പവർഫുൾ ആയിട്ടുള്ള വാക്കുകളും പവർഫുൾ ആയിട്ടുള്ള വേഴ്സുകളും അതുപോലെ അറിവുകളും തിരിച്ചറിവുകളും തരുന്ന ഗുരുക്കന്മാരുടെയും ഒപ്പം ചേർന്ന് നിന്നാൽ തെറ്റുകളിൽ അകപ്പെട്ടു പോകുമ്പോൾ സംശയം മാപ്പ് പറഞ്ഞും ക്ഷമ പറഞ്ഞും നമ്മൾക്ക് അവിടെ നിന്നൊക്കെ തിരിച്ചു വരാൻ സാധിച്ചാൽ തളരാനൊത്ത മനസ്സോടെ ഉറപ്പുള്ള ഒരു ചങ്കുറപ്പോടെ നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു പ്രസ്ഥാനം 3 വർഷക്കാലം കൊണ്ട് ഒരു സ്റ്റാർ എന്ന ലെവൽ വരെ ഉയരാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഈ പിന്നെ നമ്മൾക്ക് ഓരോ ഇപ്പൊ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സെയിലിലേക്ക് പോകുമ്പോൾ അപ്പോൾ നമ്മൾക്ക് കൂടെയുള്ളവരെ സഹായിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഹോം മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാധാന്യത്തോടെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവരെ കൊണ്ട് തന്നെ എപ്പോഴും ബാബു സാറും ലീഡേഴ്സ് എല്ലാവരും ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഹോം മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത് അവരെ കൊണ്ട് വാക്കുകൾ പലതും പറയിക്കാൻ അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾ ശീലിപ്പിക്കുക. നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാതെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് സ്വാഗതം പറയിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ നമ്മൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഒരാളായാലും നമ്മൾക്ക് വീട്ടിലുള്ള ഒരാളായിട്ട് അവരെ മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഹോം മീറ്റിങ്ങുകളിലൊക്കെ പല വേദികളിലും നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ ചെറിയ ചെറിയ വാക്കുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ അവസരം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് കുതിച്ചു വരാൻ അവർ ഓരോരുത്തരും മനസ്സ് കാണിക്കും. ഈ ഒരു സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഓരോ അസോസിയേഷനും ഞാൻ താങ്ക്സ് പറയുകയാണ്. ഓരോരുത്തരും അതുപോലെ നമുക്ക് ഷോപ്പുകളുടെ പലപ്പോഴും നമ്മുടെ ടീമിൽ പറയാറുണ്ട്, എന്താണ് ഷോപ്പുകളുടെ മീറ്റിംഗ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. ഷോപ്പുകളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ പല വ്യക്തികളായിരിക്കും, പല ടീമിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും അവിടേക്ക് കടന്നു വരിക. അപ്പൊ ആ കടന്നു വരുന്ന ഓരോ വ്യക്തികളും അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ വ്യക്തികൾ ഓർക്കും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് പക്ഷെങ്കിൽ അറിയത്തില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ധൈര്യത്തോടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു ധൈര്യമാണ് വരുന്നത്. ആരും മടിച്ചു നിൽക്കാതെ ഷോപ്പുകളുടെ മീറ്റിങ്ങുകളിലേക്ക് നമുക്ക് കടന്നു പോകാൻ നമുക്ക് സാധിച്ചു. എന്റെ ഒരു അനുഭവമാണ്. ഓരോ ഷോപ്പ് മീറ്റിങ്ങുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഇപ്പൊ കിട്ടുന്ന ഊർജ്ജമാണ്. നമ്മുടെ ഉള്ളിലെ അറിവുകൾ വർദ്ധിക്കുകയുള്ളൂ, ഒരിക്കലും ഒരു കുറവുകൾ സംഭവിക്കില്ല. നമുക്കൊരു ധൈര്യം കൂടിയാണ് വരിക. 10 പേരുണ്ടെങ്കിലും 2 പേരുണ്ടെങ്കിലും നല്ല മനസ്സോടുകൂടി നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഷോപ്പ് മീറ്റിങ്ങുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മൾ എഴുതി ശീലിച്ചു തുടങ്ങണം. ബോർഡിൽ എഴുതി കാണിച്ചുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ബേസിക് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ PV ജനറേറ്റ് ചെയ്യാവുന്ന ഒരു ഉൽപ്പന്നം വെച്ചിട്ട് നമുക്ക് എങ്ങനെ PV ജനറേറ്റ് ചെയ്യാമെന്നും നമ്മുടെ ഒരു പേസ്റ്റിലാണെങ്കിലും നമുക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താമെന്നും ഒക്കെ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ പറഞ്ഞു കാണിച്ച് എഴുതി കാണിച്ച് കഴിയുമ്പോൾ അവരെ കൊണ്ടുകൂടി നമ്മൾ എഴുതിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഷോപ്പ് മീറ്റിങ്ങിനെ വിജയിപ്പിക്കാം. പിന്നെ ഷോപ്പ് മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ദൂരേക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മുൻപ് പലപ്പോഴും പരീക്ഷിച്ചിട്ടുള്ളതാണ്. ദൂരേക്കുള്ള സ്ഥലങ്ങളിൽ എന്റെ അസോസിയേഷനോട് കൂടിയിട്ട് വണ്ടി വിളിച്ചിട്ട് യാത്ര ചെയ്യാം. ആ വണ്ടി വിളിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാവേളയിൽ 3 മണിക്കൂർ ഇവിടെ നിന്നും സുലഭ വണ്ടർവേളയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ പോകുന്ന വേളയിൽ 3 മണിക്കൂറുള്ള യാത്രകൾ ചെയ്ത് പോകുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഏകദേശം 110-120 കിലോമീറ്ററോളം ദൂരമുണ്ട്. ട്രാവലിലൊക്കെ പോകുമ്പോൾ ആ 3 മണിക്കൂർ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തിരിച്ചറിവുകൾ പരസ്പരം ഷെയർ ചെയ്തും പങ്കിട്ടുമാണ് പോകുന്നത്. നമുക്കങ്ങനെ പ്ലാൻ ചെയ്യാം നമ്മുടെ ടീമിനെ വളർത്താൻ. അങ്ങനെ പോകുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയാനുണ്ടാകും. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ പോയ സമയങ്ങളിൽ പോയ അവസരങ്ങളിൽ ഓരോരുത്തരും ഡ്രൈവർമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ അസോസിയേറ്റ്സ് ആയി മാറിയ ചെറുപ്പുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. പിന്നെ ഒരു എൻജോയ്മെന്റ് തിരിച്ചു വരുന്ന വേളയിൽ ശരിക്കും നമ്മൾക്ക് ആ ക്ലാസ്സുകളാണ് കൂടാൻ പോയതെങ്കിൽ അവയുടെ റിവ്യൂ ഒക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവരുടെ തീരുമാനത്തെ നമ്മളൊന്നും കൂടി ഉറപ്പിച്ചതിന് ശേഷം കുറച്ച് എൻജോയ്മെന്റുകൾ കൂടി കൊടുക്കാം. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒന്നും മറക്കില്ല. അങ്ങനെ നമുക്ക് സന്തോഷം പങ്കിട്ട് എപ്പോഴും പറയാറുണ്ടല്ലേ, ഹാസ്യം ഹാപ്പിനെസ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ സന്തോഷത്തിലേക്കും പങ്കെടുക്കാൻ പറ്റും. ഈ പ്രാവശ്യത്തെ രാജഗിരി പ്രോഗ്രാമിനും ഒരു 16 പേരടങ്ങുന്ന ഒരു ടീമുമായിട്ട് തന്നെ പോകാനായിട്ട് സാധിച്ചു. ഇപ്രാവശ്യവും ഒന്ന് ഓർക്കുക, നമുക്കിവിടെ അറ്റ്ലസിലേക്ക് പ്രോഗ്രാം എത്തുകയാണ്. അപ്പോൾ 10,000-ങ്ങളെ സാക്ഷ്യം നിർത്തി നമ്മുടെ കൂടെയുള്ളവരെ ഓരോ ക്ലാസ്സുകളിൽ അവിടെ പങ്കെടുക്കുന്ന വ്യക്തികളിൽ നിന്നും ഓരോ തിരിച്ചറിവുകളും നമുക്ക് അവരെയൊക്കെ ലീഡേഴ്സുമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ വലിയ മീറ്റിംഗിലെ ഹാളിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ച് അവിടെ അച്ചീവ്മെന്റുകൾ നേടുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അച്ചീവ്മെന്റ് കൊടുത്ത് പ്രാപ്തരാക്കി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതിനൊക്കെ ഓരോ അവസരങ്ങൾ നമ്മൾ
ഒരുക്കുക. അപ്പൊ ആ ഒരുക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് കൂടും. തീർച്ചയായിട്ടും ഈ മാസത്തെ ഈ സോണൽ സെലിബ്രേഷനിൽ പങ്കെടുക്കാനും ഒരു വലിയ ട്രാവലർ തന്നെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും. ഓരോരുത്തർക്കും നമുക്ക് വലിയ മീറ്റിങ്ങുകളിൽ നമുക്ക് വലിയ സാധ്യതകൾ തന്നെ ഒരുക്കും. നമുക്ക് അങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബിൽവാര വിസിറ്റ്, ടീം ബിൽഡിങ്ങും യാത്രകളും പഠനങ്ങളും പഠനക്കളരികളും പിന്നെ നമ്മൾക്ക് ഓരോ ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ RCM ഇപ്പോൾ അഭിയാന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് തേജസ് എന്ന് പറയുന്ന തേജസ് മെയിൻ കോഴ്സ് ഉണ്ട്. അതിൽ 21 ഡേയ്സ് ആയിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഒരു മലയാളി പോലും എന്നോടൊപ്പം ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് മടിയൊന്നും തോന്നിയില്ല. കാരണം നമുക്ക് പഠിച്ചെടുത്തേ മതിയാവൂ. കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. അവിടെ കയറിയപ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായത്. എങ്ങനെ ഒരു ഹോം മീറ്റിംഗിൽ പോയാൽ നമുക്ക് ഒരാളോട് സംസാരിക്കണം, എന്ത് പറയണം, എന്ത് പറയരുത്. ശരിക്കും ആ ഒരു ശരിക്കും എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ഒരു യൂണിഫോം ഉള്ള ഒരു യൂണിറ്റി ആയിട്ട് കാണാനുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമുക്ക് തരുന്നത്. അതിനും ആരും മടിച്ചു നിൽക്കരുത്. നമുക്ക് എല്ലാവർക്കും അത് പങ്കെടുക്കണം. തേജസിന്റെ കോഴ്സുകൾ വരുമ്പോൾ നമ്മൾ അത് രജിസ്റ്റർ ചെയ്ത് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നമ്മൾക്ക് അതിനെ കാര്യമാക്കാതെ നമുക്ക് പങ്കെടുക്കുക. അതിനും സർട്ടിഫിക്കറ്റും ഉണ്ട്. അതിന് സ്റ്റേജ് റെക്കഗ്നീഷൻ ഉണ്ട്, ട്രോഫികളുണ്ട്, ലേസർ ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോ ടാർഗറ്റുകളുണ്ട്. അവയെ നമുക്ക് അച്ചീവ് ആവാൻ സാധിക്കണം. അത് അച്ചീവ് ആകാനായിട്ട് ഈശ്വരൻ സഹായിച്ചത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ശരിക്കും ബിൽവാരയിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നതാണ്. ഞങ്ങളോടൊപ്പം ഒരുപാട് പേർക്കുണ്ടായിരുന്നു. നമുക്ക് തുടർന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നത്. പക്ഷേങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വരുന്ന നമ്മുടെ ആനിവേഴ്സറിയില് എന്റോടൊപ്പമുള്ള ഒരു പിടി ആൾക്കാര് അവിടെ സ്റ്റേജില് റെക്കഗ്നേഷൻ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യണം. അതാണ് എന്റെ ഇപ്പോഴത്തെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യം. അതുപോലെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ വിളിച്ചു പറയണമെന്നാണ് നോബൽ സാർ ഈയിടെ കൂടി പറഞ്ഞു തന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഓരോ ലീഡേഴ്സിനെയും നമ്മയോട് ഓർക്കുന്നു. വലിയ ലക്ഷ്യങ്ങൾ ഏകദേശം പറയുകയാണെങ്കിൽ 2025 കഴിയുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് 1.5 ഏക്കർ സ്ഥലവും ഒരു 4 കെട്ട് വീടും ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നടക്കുമോ എന്ന് വെച്ചാൽ നടക്കും. നമ്മൾ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും പ്രകൃതി അതിനോട് കൂട്ടായിട്ട് വരും. നമ്മൾ ആഗ്രഹിക്കുന്നവ പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്തതാണെങ്കിൽ നമുക്ക് എത്തിത്തരും. അപ്പോൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് എന്നിൽ നിന്ന് വന്നിരിക്കുന്ന ചെറിയ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ അതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും പഠിക്കണം, വളരണം. ലേൺ, ടീച്ച്, ഡ്യൂപ്ലിക്കേറ്റ്. ഒരിക്കലും ഒരു കാരണവശാലും ഒരു കളിക്കാരനായി നമ്മൾ ഒരിക്കലും കാണിയായി നമ്മൾ ഒരിക്കലും കരയിലിരിക്കേണ്ടവരല്ല. കളിക്കാരനായി നമ്മൾ ഓരോരുത്തരും കളത്തിലിറങ്ങണം. കളത്തിലിറങ്ങിയാൽ മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുള്ളൂ. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അകത്തുള്ള ചൂടിനേക്കാൾ പുറത്തുള്ള ചൂടൊരിക്കലും നമുക്ക് അകത്തുള്ള ചൂടിനേക്കാൾ ആവരുത്. അകത്തായിരിക്കണം തീ ആളി കത്തേണ്ടത്. അകത്തുള്ള തീ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും കരുത്ത് തരുന്നവയാകണം. അങ്ങനെ ഒരു കളിക്കാരനായി കളത്തിലിറങ്ങി നമുക്ക് ഓരോരുത്തർക്കും ആർട്ടിമിന്റെ ഓരോ ലീഡേഴ്സിനൊപ്പവും നമ്മുടെ ഓരോ അസോസിയേഷനൊപ്പവും നമുക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് മുന്നോട്ടുള്ള വേളകളിൽ എല്ലാവരുടെയും നിഗ്രഹവും ആശീർവാദവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. RCM, ഹമാരാ സാർ, താങ്ക് യു.